നിങ്ങൾ അറിഞ്ഞോ ദുരന്തർ മൂവി ആരെങ്കിലും കണ്ടിനാ? ഞാൻ കണ്ടു, 2-3 ദിവസം മുന്നെയാണ് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു സംഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ആരും തന്നെ മിസ് ചെയ്യരുത് ഈ പടം. ഈ പടം നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിരിക്കും. കാരണം 3 മണിക്കൂറോളം നമ്മളെ എല്ലാ രീതിയിലും മുൾമുനയിൽ നിർത്തിയ പടം. പിന്നെ ഇന്ത്യയിൽ നടന്ന സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും, അതായത് പാർലമെൻറ്റ് അങ്ങനത്തെ ആക്രമണം, അങ്ങനത്തെ കുറേ അറ്റാക്കുകൾ, തീവ്രവാദി അറ്റാക്കുകളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം ചേർത്തിണക്കിക്കൊണ്ട് നമ്മളെ ഒരു പ്രത്യേകതരം ഒരു ഫീലിൽ ഉണ്ടാക്കിയ പടം എന്ന് വേണം പറയാൻ. അതേപോലെ സോങ് ഉണ്ട്, നല്ല നല്ല സോങ്ങുകളുണ്ട്. പിന്നെ BGMകളുടെ പെരുങ്കളിയാട്ടമാണ്. അപ്പം അങ്ങനത്തെ പടമാണ് ഇത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് മനസ്സിലാവും. നമ്മൾ മമ്മൂട്ടീൻ്റെ പടം ഈ സമയത്ത് കളിക്കുന്നുണ്ട്. ഞാൻ പടം കാണുന്ന സമയത്ത് ഒരു 5-8 ആളെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു ഇത് കാര്യം പറയാം. പക്ഷെ ആർക്കിനെക്കുറിച്ച് അറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എക്സ്പെഷ്യലി നമുക്ക് വില്ലന്മാരോട് കൂടെ ആരാധന തോന്നുന്ന തരത്തിലൊരു പടമായിട്ടാണ് ഈ പടം എനിക്ക് തോന്നിയത്. കാരണം അക്ഷയ് ഖന്നേലും വില്ലനാണ്. ആ വില്ലനോട് വരെ നമുക്കൊരു ഒരു ഇത് തോന്നിപ്പോവും. അക്ഷയ് ഖന്നേലെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അതിൽ ജീവിച്ച് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ രൺബീർ സിംഗ് ചങ്ങായി വേറെ റേഞ്ച് പറഞ്ഞാൽ അവൻ്റെ ഒന്നും പറയണ്ട. പ്രണയമുണ്ട്, അതേപോലെ തന്നെ ജീവിതമുണ്ട്, സങ്കടം വരുന്ന സീക്വൻസ് ഉണ്ട്, വയലൻസ് ഉണ്ട്. പിന്നെ പിള്ളന്മാരായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതായത് 18 വയസ്സിന് താഴെ പിള്ളേരെയും കൂട്ടി പോകാൻ പാടില്ല. അത് മോശമാണ്. വയലൻസ് ഉണ്ട് അത്യാവശ്യം. അങ്ങനെ എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ളൊരു പടം. ഉറിയെടുത്ത സെയിം ടീമാടുത്തിന് അതുകൊണ്ട് സാധനം മുതലായിരിക്കും.